ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശൂനോയ നോമ്പിൻ്റെ 9ാമത്തെ ദിവസം. ഇന്ന് 592 എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഈ വർഷത്തിലെ 221 ദിവസമാണ് ഇന്ന്. ഇന്നത്തെ ധ്യാന വിഷയം എന്താണ് നോമ്പ്, എന്താണ് വിശപ്പ്. എന്താണ് നോമ്പ്, എന്താണ് വിശപ്പ് എന്നത് ആണ്. ആത്മതപനത്തിൻ്റെ നാളുകളിൽ ഭക്ഷണം വെടിയുകയും ജലപാനം ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് ശാരീരികവും മാനസികവുമായ ദൃഢത കൈവരിക്കുന്നതിന് അനുപേക്ഷണീയമാണെന്ന് പ്രകൃതി ജീവിതത്തിൻ്റെ ആചാര്യന്മാരും ആധുനിക വൈദ്യശാസ്ത്രജ്ഞന്മാരും ഒരുപോലെ സമ്മതിക്കുന്ന വസ്തുതയാണ്. ശരീരവും മനസ്സും ആത്മാവ് എന്നിങ്ങനെയുള്ള വിഭജനം ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാറുണ്ട്. ശരീരത്തെയും ആത്മാവിനെയും നയിക്കുവാൻ കഴിവുള്ള ആത്മാവിൻ്റെ ശക്തി തിരഞ്ഞെടുക്കുന്നതാണ് ഉപവാസം എന്ന് കരുതപ്പെടുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷത്തിൽ 4-ാം അധ്യായം സാധാരണ രീതിയിലുള്ള വായനയിൽ മനസ്സിലാകാത്ത ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്രിസ്തു വിശ്വാസികൾക്ക് മാത്രം മനസ്സിലാകുന്നതും എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകേണ്ടതുമായ സത്യമാണ് ഈ വാക്കുകളിൽ നിറയുന്നതെന്ന് കൂട്ടിച്ചേർക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ അർത്ഥം, ജീവിതത്തിലെ അനുഭവങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിച്ച് തുടങ്ങുന്നത്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഈ അധ്യായത്തിൻ്റെ ഭാഷ സംസാരത്തിൻ്റെയും അതിലെ വാചകങ്ങൾ സഹനത്തിലേക്കുമുള്ള ജാലകം തുറക്കുന്നതാണ്. ഭാഷ എന്നാൽ ജീവിതത്തെ തൊടുന്നതും ജീവിതത്തെ തലോടുന്നതുമായ അനുഭവമാണെന്ന് ഭാഷാശാസ്ത്രജ്ഞനായ ലേവി സ്ട്രോസ് പറയുമ്പോൾ, മനുഷ്യജീവിതത്തിലെ അനുഭവങ്ങളിൽ ഉരുവാകുന്ന പുതിയൊരു ഭാഷ ഈ അധ്യായത്തിലൂടെ തിരിച്ചറിയാൻ നമുക്ക് ആകും. ദൈവീക പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്നതും സഞ്ചരിക്കുന്നതുമാണ് ഉപവാസം. നോമ്പിൻ്റെ സാരമാണിത്. സഹനത്തിൻ്റെ അനുഭവം ജീവിതത്തിലേക്ക് പകർന്ന് നൽകുന്ന സർവസാര സംഗ്രഹമാണിത്. ചലനാത്മകമായ ജീവന്റെ സഞ്ചാരത്തിലേക്കുള്ള തുറവിയാണിത്. ദൈവം നടത്തുന്ന വഴികളിൽ അന്ധകാരമുണ്ടാകുമോ? എല്ലാ വഴികളിലും എന്നോ വഴിയിൽ ഉടനീളമെന്നോ അന്ധകാരത്തിൻ്റെ വ്യാപ്തി അനുഭവിച്ചിട്ടുള്ളവർ പറയട്ടെ. അന്ധകാരത്തെ അതിജീവിച്ചവരുടെ വാക്കുകളും ഭാഷയും നിങ്ങൾക്ക് പ്രചോദനം ആയേക്കാം. മരണത്തെ മുഖാമുഖമായി കണ്ടതിന് ശേഷം സാധാരണ ജീവിതചര്യയിലേക്ക് മടങ്ങിവന്ന അനേകരുടെ ജീവിത സാക്ഷ്യം ലോകത്തിന് നൽകിയ റൈമണ്ട് മൂഡി ലൈഫ് ആഫ്റ്റർ ദി ലൈഫ് എന്ന പുസ്തകത്തിൽ അസാധാരണമായ അനുഭവങ്ങളും അന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത പരിസരങ്ങളും നൽകുന്ന പഠനത്തിൻ്റെ ഭാഷയെക്കുറിച്ച് പറയുന്നു. അതികഠിനമായ വേദനകളിലൂടെയും മരണകരമായ രോഗങ്ങളിലൂടെയും കടന്നു പോകുന്നവർ അന്ധകാരത്തിൻ്റെ ഇടവഴി പിന്നീട് വെളിച്ചത്തിൻ്റെ ഇടവഴിയിലേക്ക് പ്രവേശിക്കുന്നതായും പിന്നീട് ചില സംഗീത സ്വരങ്ങൾ കേൾക്കുന്നതായും ശരീരത്തിൽ നിന്ന് മാറി നിന്ന് ജീവിതത്തെ നോക്കിക്കാണുവാൻ കഴിയുന്നതായും ന്യൂറോ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ബ്രൂസ് ഗെയ്സൺ പറയുന്നു. ചില രോഗികൾ തന്നെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരെയും ആകുലത നിറഞ്ഞ ബന്ധുമിത്രാദികളെയും അകലത്തിൽ നിന്ന് കാണുന്ന അനുഭവത്തോടൊപ്പം താൻ ഭൂമിയിൽ ചെയ്ത പ്രവൃത്തികൾ വെള്ളിത്തിരയിൽ എന്നവണ്ണം കാണുന്നതായും പറയുന്നു. മരണത്തിനപ്പുറം ജീവിതമുണ്ടെന്ന് പഠിപ്പിക്കുന്ന പുതിയ പ്രത്യാശയുടെ ഭാഷ മനുഷ്യർ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. ഭീതിപ്പെടുത്തുന്ന ഓർമ്മകളല്ല, അനുദിന ശ്രദ്ധയോടെ പരിപാലിക്കേണ്ട സൂക്ഷ്മ ശരീരത്തെക്കുറിച്ചുള്ള അറിവുകൾ നേടുന്നതിന് ഈ ലോക ജീവിതത്തിൽ സമയം കണ്ടെത്തണം. അകമേയുള്ള മനുഷ്യനെ തിരിച്ചറിഞ്ഞ് ശക്തിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സമയം കണ്ടെത്തിയാൽ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഭാഷയ്ക്കു ഉപരിയായ സ്നേഹത്തിൻ്റെ ഭാഷണം
കേൾക്കുവാൻ അവകാശമുള്ളവരായി മാറുന്നു. പരീക്ഷകളെയും മരണത്തെയും അതിജീവിച്ച ക്രിസ്തു എല്ലാ നാളും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു. ഈ ഭാഷ തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ജീവിതം ധന്യമാകുന്നു. നിങ്ങളുടെ ഭാഷ പുതുജീവൻ പ്രസരിക്കുന്നതാകുന്നു. ദൈവീക പദ്ധതിക്കായി സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന സമർപ്പിതരെ പറ്റി ജോൺ വിയാനി പറയുന്നത് ശ്രദ്ധിക്കുക. സഹനത്തെ ജീവന്റെ ലക്ഷണമായും ജീവനാഥന്റെ സാക്ഷ്യമായും കൊണ്ടാടുന്ന ദൈവമക്കൾ സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ ദൈവത്തിന് മഹത്വം നൽകുന്നുണ്ട്. മരുഭൂമി സമാനമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് ആനയിക്കപ്പെടുമ്പോഴും പതറാതെ ദൈവിക ഉദ്ദേശം നിറവേറുവാൻ അവർ വ്യഗ്രതപ്പെടുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മരുഭൂമിയിലേക്ക് നടന്ന ക്രിസ്തു 40 പകലും 40 രാവും ഉപസിച്ചതായി കാണുന്നു. മരുഭൂമിയിലെ ഏറ്റവും തീക്ഷ്ണമായ അനുഭവങ്ങൾ അതിജീവിക്കുന്ന ക്രിസ്തു ഭൗതിക ജീവിതത്തിന്റെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നു. മരുഭൂമിയുടെ പ്രത്യേകതകൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. മരുഭൂമിയിൽ വഴി കണ്ടെത്തുക ശ്രമകരമാണ്. ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് പ്രഘോഷിച്ച ക്രിസ്തു നിങ്ങളുടെ വഴിയായി മാറുന്നു. മരുഭൂമിയിൽ പോലും നിങ്ങളെ ആനയിക്കുവാൻ തയ്യാറായി നിൽക്കുന്നതായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മരുഭൂമിയിൽ ജലം കിട്ടാക്കനിയാണ്. തന്നിൽ നിന്നും ജീവജലത്തിന്റെ പ്രവാഹം ഉണ്ടെന്ന് പഠിപ്പിച്ച ക്രിസ്തു ജലമില്ലാത്തിടങ്ങളിൽ ജലസാന്നിധ്യമായി നിങ്ങളോടുകൂടെ ഇരിക്കുന്നു. മരുഭൂമിയിൽ ഒറ്റപ്പെടലിന്റെ വേദനയുണ്ട്. വിരഹവും വേദനയും ഒറ്റപ്പെടലും ആരോപണങ്ങളും നിങ്ങളെ ഞെരുക്കുന്നില്ല. പകരം മരുഭൂ അനുഭവങ്ങളെ അതിജീവിച്ച് ക്രിസ്തുവിന്മേൽ ചാരി സഞ്ചരിക്കുവാൻ ശക്തി നൽകുന്നു. മരുഭൂമിയിൽ മുൾച്ചെടികളുണ്ട്. വിഷം വമിക്കുന്ന മുൾച്ചെടികളും റാഞ്ചൻ പക്ഷികളും പാറയും വേലിന്റെ കാഠിന്യവും നിങ്ങളുടെ ഉള്ളിലെ വിത്തിനെ നിർവീര്യമാക്കുവാൻ ശ്രമിക്കുമ്പോൾ മുള എന്ന് പേരായവൻ ഇശായിയുടെ മുളയായവൻ ജീവനെ മുളപ്പിക്കുന്നു. നിങ്ങളിൽ ഹരിത ശോഭ വർദ്ധിക്കുന്നു. മരുഭൂമിയിൽ പകൽ അത്യുഷ്ണവും രാത്രിയിൽ അതിശൈത്യവുമുണ്ട്. ദൈവീക പദ്ധതിയിൽ ചുറ്റുപാടുകളുടെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാനുള്ള മാതൃക ക്രിസ്തു കാട്ടിത്തരുന്നതായി നമുക്ക് മനസ്സിലാകും. സുവിശേഷകൻ പഠിപ്പിക്കുന്ന ഒരു മർമ്മം ഇതാണ്: ഉപവാസത്തിൽ വിശപ്പില്ല. ദൈവീക പദ്ധതി ഏറ്റെടുത്ത് ഉപവസിക്കുന്ന ദൈവമക്കൾ വിശപ്പറിയുന്നില്ല. അവരറിയുന്നത് ദൈവീക സാന്നിധ്യം മാത്രമാണ്. 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം യേശു പിന്നെ വിശന്നു എന്ന് എഴുതിയിരിക്കുന്നു. യേശുവിന്റെ പിന്നാലെ ആത്മീയ ശുശ്രൂഷയ്ക്കുള്ള തയ്യാറെടുപ്പായിരുന്നു ഉപവാസം എന്ന് കരുതുന്നവർ ഉണ്ട്. വിശപ്പ് ഒരു തോന്നലാണോ? രാജ്യങ്ങളുടെ അതിർത്തികൾ മാറ്റി വരയ്ക്കുവാൻ പ്രാപ്തമായ തോന്നലാണ് വിശപ്പെന്ന് രാഷ്ട്രതന്ത്രജ്ഞന്മാർ പറയുന്നു. അതുകൊണ്ട് വിശപ്പറിയാതിരിക്കുവാനുള്ളത് ജനങ്ങൾക്ക് നൽകണമെന്ന് അവർ ഉപദേശിക്കുന്നു. ലോകത്തിന്റെ പാതി ജനങ്ങൾ വിശപ്പ് അനുഭവിക്കുന്നവരാണ്. ഇതൊരു തോന്നലല്ല. നിത്യ ജീവിതത്തിൽ ആഹാരം ഇല്ലാതെ അലയുന്നവർ ഏറെയാണ്. ദരിദ്രരുടെ വിശപ്പ് കണ്ടില്ലെന്ന് നടിക്കരുത്. നിങ്ങൾ വിശപ്പറിയുന്നവരാണോ? നിങ്ങളുടെ ഭക്ഷണം ഉപേക്ഷിച്ച് അതില്ലാത്തവർക്ക് പങ്കിടുന്നത് ഔദാര്യമായിട്ടല്ല, നിങ്ങളുടെ ആത്മീയതയെ തൊടാനാവുമോ എന്ന അന്വേഷണമായിട്ടാണ്. ഈ അന്വേഷണത്തിൽ നിങ്ങൾ തളരരുത്. വിശപ്പറിയുന്നത് കൊണ്ടാണ് താൻ ഔന്നത്യങ്ങളിലേക്ക് ആനയിക്കപ്പെടുന്നത് എന്ന് എബ്രഹാം ലിങ്കൺ പറയുന്നു. വിശപ്പറിയാത്തവർ ലോകത്തെ അറിയുന്നില്ല എന്ന് ബോബി ജോസ് കട്ടിക്കാട് പറയുന്നു. ലോകത്തെ അറിയുവാനും ജീവിതത്തിന്റെ അർത്ഥം അറിയുവാനും ക്രിസ്തുവിനെ അറിയുവാനും വിശപ്പ് അനുഭവിക്കുക ഈ നോമ്പ് കാലത്തെങ്കിലും. അതായത് ഈ ശൂനോയോ നോമ്പിൽ നാം ഓരോരുത്തരും യഥാർത്ഥത്തിൽ നോമ്പ് നോക്കുന്നുവെങ്കിൽ നോമ്പിന്റെ 2 ചിറകുകളാണ് ഉപവാസവും പ്രാർത്ഥനയും. ആ ഉപവാസത്തിലൂടെ നമ്മൾ വിശപ്പ് എന്താണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് ഈ ലോക ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാകും. ആയതിനാൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എന്താണ് നോമ്പ്,
എന്താണ് വിശപ്പ്, ആരാണ് ദൈവം, എന്താണ് അവനിലൂടെ നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്, ഈ ശാശ്വതമല്ലാത്ത ലോകത്ത് നമ്മൾ ജീവിച്ചിട്ട് നമുക്ക് എന്താണ് ലഭിക്കുവാൻ പോകുന്നത്, ആ മൂന്നാമത്തെ ആ ലോകം, അതായത് സ്വർഗത്തിലേക്ക് നാം ചെല്ലുമ്പോൾ നമുക്ക് അനുഗ്രഹം ലഭിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് സൽപ്രവർത്തികളാണ്. ഇടപെടാതെ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കിട്ടിയിട്ടുള്ളതായ എല്ലാ കൃപാവരങ്ങൾക്ക് വേണ്ടി നന്ദി പറയുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.